യാത്രക്കിടയിലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചർച്ച ചെയ്തത് ദശാംശത്തെക്കുറിച്ചായിരുന്നു. പാസ്റ്റർ TJ സാമുവേലുമായി ബന്ധപ്പെട്ടുണ്ടായ ആ വിവാദവും ആ ചർച്ചയും ആയിരക്കണക്കിന് ആളുകൾ കണ്ടു. നിരവധി അഭിപ്രായങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ടായി. ഇന്ന് വ്യത്യസ്തമായ മറ്റൊരു വിഷയവുമായാണ് ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിയിരിക്കുന്നത്. ലോകം കഴിഞ്ഞ ആഴ്ചയിൽ ചർച്ച ചെയ്ത, ശ്രദ്ധയോടെ വീക്ഷിച്ച ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം അമേരിക്കയുടെ ഓവൽ ഓഫീസിൽ വെച്ച് രണ്ട് രാഷ്ട്ര തലവന്മാർ തമ്മിൽ വാഗ്വാദം നടത്തുന്നതും തർക്കിച്ച് ഒരാൾ പിണങ്ങിപ്പോകുന്നതുമായ കാഴ്ചയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഉക്രൈനിയൻ പ്രസിഡന്റ് സെലൻസ്കിയും തമ്മിൽ യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി നടത്തിയ ചർച്ചകളാണ് പരാജയത്തിൽ കലാശിച്ചത്. നമുക്കറിയാം, കഴിഞ്ഞ 3 വർഷമായി നടക്കുന്ന ഉക്രൈൻ റഷ്യ യുദ്ധം ലക്ഷക്കണക്കിന് ആളുകളാണ് ഇതിനകം കൊല്ലപ്പെട്ടത്. 10,000-കണക്കിന് ആളുകൾ തങ്ങളുടെ ഭവനങ്ങൾ ഉപേക്ഷിച്ച് ഓടിപ്പോകേണ്ടി വന്നു. എല്ലാ യുദ്ധങ്ങളും മനുഷ്യവർഗത്തിന് വേദനകളാണ് സമ്മാനിച്ചിട്ടുള്ളത്. യുദ്ധത്തിൽ ആര് വിജയിക്കുന്നു, ആര് പരാജയപ്പെടുന്നു എന്നുള്ളതിന് വലിയ പ്രസക്തിയൊന്നുമില്ല. സാധാരണക്കാരായ ജനങ്ങൾ ദുരിതമനുഭവിക്കേണ്ടി വരുന്നു. ഈ യുദ്ധം ഒന്ന് അവസാനിപ്പിക്കുവാനായിട്ട് ക്രിയാത്മകമായ ഒരു ഇടപെടൽ ഇതുവരെ ലോകരാജ്യങ്ങളൊന്നും നടത്തിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അമേരിക്കയും യൂറോപ്യൻ യൂണിയനുമെല്ലാം തങ്ങളാൽ ആവുന്ന വിധം ആയുധവും പണവും നൽകി യുക്രൈനെ യുദ്ധത്തിനു വേണ്ടി പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരുന്നു. റഷ്യൻ പ്രസിഡന്റ് ആണെങ്കിൽ യുദ്ധത്തിന് ഇറങ്ങിപ്പോയി അവിടെ നിന്ന് തിരിച്ചു കയറാൻ വയ്യാത്ത വലിയൊരു കെണിയിൽ അകപ്പെടുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഏതു വിധേനയും ഈ യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള പരിശ്രമത്തിലാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ താൻപോരുമയും കർശനമായ നിലപാടുകളും പലപ്പോഴും അമേരിക്കയുടെ തന്നെ ദീർഘനാളുകളായി അവർ പുലർത്തി വരുന്ന ആശയങ്ങൾക്ക് വിരുദ്ധമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദീർഘവർഷങ്ങളായി കമ്മ്യൂണിസ്റ്റ് റഷ്യയെ എതിർത്തുകൊണ്ടിരുന്ന അമേരിക്ക പൊടുന്നനവേ ട്രംപിലൂടെ ഇതാ റഷ്യയുടെ തോളിൽ കൈയിട്ടുകൊണ്ട് തങ്ങൾ ഇക്കാലം വരെ കൂടെ നിന്നിരുന്ന യൂറോപ്യൻ യൂണിയന്റെ നിലപാടുകൾക്കെതിരായി, ഉക്രൈന്റെ നിലപാടുകൾക്കെതിരായി തീരുമാനങ്ങൾ എടുക്കുന്നു. ഞാൻ പറയുന്നിടത്ത് ഒപ്പിടണമെന്നുള്ള ധാർഷ്ട്യത്തോടുകൂടിയാണ് സെലൻസ്കിയുടെ മുമ്പിൽ ഡൊണാൾഡ് ട്രംപ് ഇരുന്നത്. അഭിമാനബോധമുള്ള ഏതു മനുഷ്യനും ഒരു നിമിഷം പകച്ചു പോകുന്ന സ്ഥിതിയിൽ സെലൻസ്കിയും ആ വേദി വിട്ട് ഇറങ്ങിപ്പോകേണ്ടി വന്നു. എന്നാൽ ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന വാർത്ത, സെലൻസ്കി നിരുപാധികം മാപ്പ് പറഞ്ഞ് അമേരിക്ക പറയുന്ന എവിടെയും ഒപ്പിട്ട് യുദ്ധം അവസാനിപ്പിക്കുവാൻ തയ്യാറാണെന്ന് അറിയിച്ചിരിക്കുന്നതായുള്ള വാർത്തകളാണ് നമ്മൾ കാണുന്നത്. ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന ഈ യുദ്ധത്തെക്കുറിച്ചോ അതിന്റെ വിശദാംശങ്ങളെക്കുറിച്ചോ ചർച്ച ചെയ്യുവാനല്ല ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത്. വ്യത്യസ്തമായ ഒരു വിഷയത്തെക്കുറിച്ച് പറയുവാനാണ്. ഓവൽ ഓഫീസിലെത്തിയ ഉക്രൈനിയൻ പ്രസിഡന്റ് സെലൻസ്കി ധരിച്ചിരുന്ന വേഷം അമേരിക്കൻ പ്രസിഡന്റിന്റെ പരിഹാസത്തിന് പാത്രമായി. സെലൻസ്കി ധരിച്ചിരുന്നത് പ്രശസ്ത ഉക്രൈനിയൻ ഡിസൈനറായ ഗസാനോൻ ഡിസൈൻ ചെയ്ത നീളൻ കൈയുള്ള 3 ബട്ടൺ തുന്നിപ്പിടിപ്പിച്ചിരിക്കുന്ന ഒരു കറുത്ത പോളോ ടീഷർട്ടായിരുന്നു. കുറെ കാലമായി സെലൻസ്കി ഈ വസ്ത്രമാണ് ധരിക്കുന്നത്. തന്റെ സൈനികർ യുദ്ധമുന്നണിയിൽ നിൽക്കുമ്പോൾ അവരോടുള്ള അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഉക്രൈനിയൻ പ്രസിഡന്റ് ഈ രീതിയിൽ വസ്ത്രം ധരിക്കുന്നത് എന്നാണ് അവകാശപ്പെടുന്നത്. എന്നാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഓവൽ ഓഫീസിലെത്തുന്ന രാഷ്ട്രതലവന്മാർ ഏറ്റവും മാന്യമായ വസ്ത്രം ധരിക്കണമെന്നുള്ളത് അവരുടെ ആഗ്രഹമാണ്, എഴുതി വെക്കപ്പെടാത്ത നിയമങ്ങളാണ്. എന്നാൽ സെലൻസ്കി അത് തെറ്റിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് സെലൻസ്കിയെ വസ്ത്രത്തിന്റെ പേരിൽ പരിഹസിക്കുവാൻ അമേരിക്കൻ പ്രസിഡന്റ് തയ്യാറായത്. എങ്കിലും എൻ്റെ നിലപാട്, ഒരിക്കലും ഒരു രാഷ്ട്രതലവനെ അദ്ദേഹത്തിന്റെ വസ്ത്രത്തിന്റെ പേരിൽ ഒരു കാരണവശാലും വിമർശിക്കുവാൻ പാടില്ലായിരുന്നു, കളിയാക്കുവാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ്. വസ്ത്രത്തിന്റെ പേരിൽ കളിയാക്കപ്പെട്ട പലരുമുണ്ട്. നമ്മുടെ രാഷ്ട്രപിതാവായിരുന്ന മഹാത്മാഗാന്ധി ഇംഗ്ലണ്ടിൽ രാജാവിനെ സന്ദർശിക്കുവാൻ ചെന്നപ്പോൾ തന്റെ സാധാരണ വസ്ത്രം ധരിച്ചാണ് അദ്ദേഹം അവിടെ എത്തിയത്. അന്ന് അവിടുത്തെ മാധ്യമങ്ങൾ അദ്ദേഹത്തെ ഹാഫ് നേക്കഡ് ഫക്കീർ എന്ന പേരിലാണ് വിളിച്ച് കളിയാക്കിയത്. എന്നാൽ അദ്ദേഹത്തിന്റെ ഔന്നത്യത്തെ താഴ്ത്തുവാനോ അദ്ദേഹത്തിന്റെ ലോക അംഗീകാരത്തെ ഇല്ലാതെയാക്കുവാനോ ഒന്നും ബ്രിട്ടീഷ് മാധ്യമങ്ങൾക്ക് സാധിച്ചില്ല എന്നുള്ളത് ചരിത്രത്തിന്റെ ഭാഗമാണ്. വസ്ത്രധാരണത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുവാനായിട്ടാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ കൊട്ടിഘോഷിക്കുന്ന ആർഷഭാരത സംസ്കാരത്തിന്റെ നേർക്കാഴ്ചകളായിരുന്നു ഇപ്പോൾ നടന്ന കുംഭമേളയിലൂടെ നമ്മൾ കണ്ടത്. ആ കുംഭമേളയുടെ ദൃശ്യങ്ങളിലൂടെ ഒന്ന് യാത്ര ചെയ്യുമ്പോൾ
നമ്മുടെ രാജ്യത്തിന്റെ പൗരാണികമായ അല്ലെങ്കിൽ ഇന്നും നിലനിൽക്കുന്ന വസ്ത്രധാരണത്തിന്റെ കൃത്യമായ ഒരു ധാരണ നമുക്ക് ലഭിക്കും. എത്ര അപകർഷതാ ബോധത്തോടെയാണ് നമുക്കത് കണ്ടു നിൽക്കുവാൻ സാധിക്കുന്നത്. ഇനി കേരളത്തിന്റെ പുരാതനമായ വസ്ത്രധാരണ സംസ്കാരത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ജീർണത നിറഞ്ഞ ഒരു ജാതി സംസ്കാരത്തിന്റെ ഭാഗം തന്നെയായിരുന്നു നമ്മുടെ വസ്ത്രധാരണ രീതികളുടെ അടിത്തറയും. ജാതി അടിസ്ഥാനത്തിലാണ് വസ്ത്രങ്ങളുടെ നിലവാരം നിശ്ചയിക്കപ്പെട്ടിരുന്നത്. അത് ഇപ്രകാരമായിരുന്നു: പുരുഷന്മാർ അര മുതൽ മുട്ടിന് മുകൾ വശം വരെ ധരിക്കുന്ന രീതി, മുട്ടുവരെ ധരിക്കുന്ന രീതി, കണങ്കാൽ വരെ ധരിക്കുന്ന രീതി, പിന്നെ നരിയാണിയോളം എത്തുന്ന രീതി. ഈ 3 രീതികളും ജാതി അടിസ്ഥാനത്തിൽ വേർതിരിക്കപ്പെട്ടിരുന്നു. അതായത് ഏറ്റവും താഴെ തട്ടിൽ പെട്ട അവർണന്റെ മുട്ടുപോലും മറയത്തക്ക നിലയിൽ അവന് വസ്ത്രം ധരിക്കുവാൻ ഒക്കത്തില്ലായിരുന്നു. ഈഴവാദി പിന്നോക്കക്കാരന് മുട്ടുവരെ മറയ്ക്കാം, നായർക്കത് കണങ്കാൽ വരെ നീട്ടാമായിരുന്നു. ബ്രാഹ്മണന് മാത്രമേ നരിയാണിയോളം ദീർഘിക്കുന്ന ഒരു വസ്ത്രം ധരിക്കുവാൻ സാധിക്കുകയുള്ളായിരുന്നു. ഇതായിരുന്നു കേരളത്തിലെ പുരുഷന്മാരുടെ വസ്ത്രധാരണ സംസ്കാരം. ഇനി സ്ത്രീകളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇതിനേക്കാട്ടിലും രസകരമാണ്. ബ്രാഹ്മണർക്ക് മാത്രമേ അച്ചിപ്പുടവ ധരിക്കുവാൻ അവകാശമുണ്ടായിരുന്നുള്ളൂ. അച്ചിപ്പുടവ എന്ന് പറഞ്ഞാൽ 1.5 മുണ്ടും മുട്ടുവരെയുള്ള വസ്ത്രമാണത്. മാത്രവുമല്ല, ബ്രാഹ്മണ സ്ത്രീകൾക്ക് മാറിടവും മറയ്ക്കുവാൻ അവകാശമുണ്ടായിരുന്നു. താഴ്ന്ന ജാതിയിലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാറുമറയ്ക്കാൻ അവകാശമില്ലായിരുന്നു. മാത്രവുമല്ല, മുട്ടുവരെ മാത്രമേ അവർക്ക് മുണ്ടുടുക്കുവാൻ അവകാശമുണ്ടായിരുന്നുള്ളൂ. ഇതായിരുന്നു കേരളത്തിലെ കൊട്ടിഘോഷിക്കപ്പെടുന്ന സംസ്കാരത്തിന്റെ വസ്ത്രധാരണ രീതി. ഈ വസ്ത്രധാരണ രീതിക്കെതിരെയാണ് പ്രസിദ്ധമായ ചാന്നാർ ലഹളയുണ്ടാകുന്നത്. ചാന്നാർ ലഹളയെന്നോ മാറുമറയ്ക്കൽ സമരമെന്നോ മുലമാറാപ്പ് വഴക്കെന്നോ ശീലവഴക്കെന്നോ ഒക്കെ ഇതിനെ വിളിച്ചിരുന്നു. ഏതായിരുന്നാലും തെക്കൻ തിരുവിതാംകൂറിലെ ജനങ്ങൾക്കിടയിൽ 1822 മുതൽ 1859 വരെ നീണ്ടുനിന്ന ഒരു കാലഘട്ടത്തിൽ ചാന്നാർ ലഹള പല ഘട്ടങ്ങളിലായി നടക്കുവാനിടയായി തീർന്നു. എന്താണ് ചാന്നാർ ലഹള എന്ന് അറിയുമ്പോൾ കേരളത്തിന്റെ സംസ്കാരത്തിൽ മിഷണറിമാർ വരുത്തിയ മാറ്റത്തിന്റെ പ്രോജ്വലമായ ഒരു ചരിത്രമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച ചാന്നാർ സ്ത്രീകൾ മാറുമറയ്ക്കുവാൻ തുടങ്ങി. മിഷണറിമാർ അവർക്ക് ആയിരക്കണക്കിന് റൗക്കകൾ കൊണ്ടുവന്നു കൊടുത്ത് അവരുടെ മാറുമറയ്ക്കുവാൻ അവകാശം കൊടുത്തു. എന്നാൽ അതിൽ കുപിതരായ വരേണ്യവർഗം ഈ സ്ത്രീകളെ വഴിയിൽ അപമാനിക്കുകയും അവരുടെ റൗക്കകൾ പറിച്ചു കളയുകയും ഒക്കെ ചെയ്യുന്ന നിരവധി സംഭവങ്ങൾ ഉണ്ടായി. ഇതിന് എതിരെ നടന്ന കലാപങ്ങളാണ് ചാന്നാർ ലഹള എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതിന്റെ തുടക്കം മതപരിവർത്തനം ചെയ്ത ഭൂതത്താൻകുട്ടി ചാന്നാനും ഏശങ്കി ചാന്നാട്ടിയും ശരിയായി വസ്ത്രം ധരിക്കുവാൻ തുടങ്ങിയതിനെതിരെ ഉണ്ടായ സവർണരുടെ കലാപമാണ്. കേരളത്തിന്റെ സംസ്കാരത്തിൽ മിഷണറിമാരുടെ സംഭാവനകളെ ഇകഴ്ത്തി കാണിക്കുവാൻ പരിശ്രമങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ നമ്മളുടെ നാട്ടിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് മാന്യമായി വസ്ത്രം ധരിക്കുവാൻ അവകാശമുണ്ടാക്കി കൊടുത്തത് മിഷണറിമാരുടെ പ്രവർത്തനങ്ങളാണ്, ക്രൈസ്തവ സമൂഹം ആണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ചാന്നാർ ലഹളയുടെ ചരിത്രം. ഒടുവിൽ 1865 നായർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കുവാനുള്ള അവകാശം രാജവംശം കൊടുത്തു. എന്നിട്ടും ഇത് പൂർണ്ണ തോതിൽ നടപ്പിലായത്, അല്ലെങ്കിൽ ഒരു നായർ സ്ത്രീക്ക് റൗക്ക ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ മാറുമറച്ചുകൊണ്ട് അമ്പലത്തിൽ പ്രവേശിക്കുവാനുള്ള അവകാശം ലഭിക്കുന്നത് 1921 മാത്രമാണെന്ന് അറിയുമ്പോൾ ഒരു ജീർണിച്ച സംസ്കാരത്തിന്റെ ചരിത്രം എത്ര ജുഗുപ്സാവഹമായിരുന്നു എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നു. മനുഷ്യവെറിയുടെയും ജാതിവെറിയുടെയും പരകോടിയിലായിരുന്നു കേരളം ആ കാലത്ത് കടന്നുപോയിക്കൊണ്ടിരുന്നത്. ഇവിടെ എന്തെങ്കിലും സാമൂഹ്യ നവോത്ഥാനം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ, അത് ക്രൈസ്തവ മിഷണറിമാരുടെ ആത്മാർത്ഥമായ പ്രവർത്തനം കൊണ്ടാണെന്ന് കേരളത്തിൽ ചരിത്രബോധമുള്ള എല്ലാവരും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കേരളത്തിൽ ഇപ്പോൾ വസ്ത്രധാരണം സംബന്ധിച്ച് വലിയ ജാതി അടിസ്ഥാനത്തിലുള്ള വേർതിരിവുകളോ കാര്യങ്ങളോ ഒന്നുമില്ല എന്ന് നമുക്കറിയാം. ആർക്കും ഏതും വാങ്ങാവുന്ന, നമുക്ക് അഫോർഡ് ചെയ്യാവുന്ന ഏതു വസ്ത്രവും ധരിക്കത്തക്ക നിലയിൽ കേരളത്തിന്റെ സംസ്കാരം മാറിയിരിക്കുന്നു.
നമ്മൾ വസ്ത്ര വൈവിധ്യത്തിന്റെ ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ഈ സമൂഹത്തിന്റെ ആ വസ്ത്രധാരണ രീതിയിലുണ്ടായ മാറ്റത്തിന്റെ ഗുണഫലങ്ങൾ അനുഭവിക്കുന്നവരാണ് നമ്മൾ എല്ലാവരും. അപ്പോൾ തന്നെ എനിക്ക് ഏറ്റവും വിഷമം തോന്നുന്ന ഒരു കാഴ്ച മുസ്ലിം സ്ത്രീകളുടെ കറുത്ത വസ്ത്രധാരണമാണ്. അത് പറയുമ്പോൾ ഞാൻ വർഗീയമായി പറയുകയാണ് എന്നുള്ളതല്ല. ഞാൻ മലബാറിൽ ജനിച്ചു വളർന്നയാളാണ്. മലപ്പുറം ജില്ലയിൽ വളർന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ ബാല്യകാലം ഞാൻ സ്കൂളിലൊക്കെ പഠിച്ചത് മലപ്പുറം ജില്ലയിലാണ്. അന്ന് കാലത്തൊന്നും ഇത്രയധികം ആളുകൾ, സ്ത്രീകൾ ഈ കറുത്ത വസ്ത്രം ധരിക്കുന്നവരായിട്ടുണ്ടായിരുന്നില്ല. ഈ സമീപകാലത്താണ് ഇതിന് വ്യാപകമായ ഒരു അംഗീകാരം ലഭിക്കുന്നതും ഈ സ്ത്രീകൾ മുഴുവൻ ഈ കറുത്ത വസ്ത്രം ധരിക്കുവാൻ തുടങ്ങിയതും. ഞാൻ ഇപ്പോഴൊക്കെ മലബാറിൽ പോകുമ്പോൾ അത്ഭുതപ്പെട്ടു പോകുന്നു. ജനങ്ങളിലുണ്ടായ, മുസ്ലിം സ്ത്രീകളിൽ ഉണ്ടായിരിക്കുന്ന വലിയ മാറ്റം. ഇത് വർഗീയമായ അവരുടെ ഇടയിൽ ഉണ്ടായിരിക്കുന്ന വലിയ മാറ്റത്തിന്റെ ഒരു പ്രതിഫലനം, തീവ്രമായ ചിന്തകളുടെ അല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളുടെ പ്രാധാന്യം, ഇതൊക്കെയാണ് എനിക്കതിൽ നിന്ന് ബോധ്യപ്പെടുന്നത്. ഇത് അപകടകരമായ ഒരു പോക്കാണ് മുസ്ലിം സമുദായത്തിൻ്റെത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇനി പെന്തക്കോസ്ത് സമൂഹത്തിന്റെ വസ്ത്രധാരണ രീതിയെ കുറിച്ച് അല്പം ചില കാര്യങ്ങൾ. ഒരു നൂറ്റാണ്ട് മാത്രമേ ആയിട്ടുള്ളൂ കേരളത്തിൽ പെന്തക്കോസ്ത് ആശയങ്ങൾ വേര് പിടിച്ചിട്ട്. മിഷണറിമാർ തന്നെയാണ് അതിന്റെ തുടക്കക്കാരെന്നും നമുക്കറിയാം. എങ്കിലും ഇവിടുത്തെ പാരമ്പര്യ ക്രൈസ്തവ സമൂഹം പുലർത്തി വന്നിരുന്ന വസ്ത്രധാരണ രീതികൾ തന്നെയാണ് പെന്തക്കോസ്തിനും ഉണ്ടായിരുന്നത്. എന്നാൽ ശുശ്രൂഷകന്മാർ, പെന്തക്കോസ്തലിന്റെ ശുശ്രൂഷകന്മാർക്ക് കുറച്ചുകൂടെ വ്യത്യസ്തമായ വസ്ത്രധാരണ രീതിയാണ് തുടക്കം മുതൽ ഉണ്ടായിരുന്നത്. അന്ന് അവർ കോളർ വെച്ച ഷർട്ടുകൾ ധരിക്കുകയില്ലായിരുന്നു. വട്ടക്കഴുത്തുള്ള ജുബ്ബ പോലെയുള്ള ഷർട്ടുകളാണ് അവർ തയ്പ്പിച്ചിരുന്നത്. പിന്നീട് ദീർഘകാലങ്ങൾക്ക് ശേഷമാണ് കോളറുകൾ വെക്കുവാൻ തുടങ്ങിയത്. വെള്ള വസ്ത്രം തുടക്കം മുതൽ തന്നെ പെന്തക്കോസ്തിന്റെ ഒരു അടയാളമായി തന്നെ നിലനിന്നിരുന്നു. ഇന്നും ശുശ്രൂഷകന്മാർ ആ നിലയിൽ വെള്ള ഷർട്ടും കറുത്ത പാന്റും ഒക്കെ ധരിക്കുന്നവരാണ്. ആ രീതിയൊന്നും ഇതുവരെ മാറിയിട്ടില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ഇനി ശുശ്രൂഷകന്മാർക്ക് ഒരു ഡ്രസ് കോഡ് ആവശ്യമില്ലായിരുന്നോ? അതിനെക്കുറിച്ച് ഈ ആരംഭ പിതാക്കന്മാർ ചിന്തിച്ചിട്ടില്ലേ എന്ന് സംശയിക്കുന്നവരുണ്ടാകാം. പാസ്റ്റർ കെ ഇബ്രഹാമിനെ പോലെ പാരമ്പര്യ ക്രൈസ്തവ സഭകളിൽ നിന്ന് വന്നവരെ സംബന്ധിച്ചിടത്തോളം വസ്ത്രധാരണത്തിൽ ശുശ്രൂഷകന്മാർക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത വേണമെന്ന ചിന്തയുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വസ്ത്രധാരണം ഏകദേശം ഒരു പള്ളിയിലച്ചന്റെ വസ്ത്രധാരണത്തിന് ഇണങ്ങുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ അദ്ദേഹം ധരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പിൽക്കാലത്ത് മുന്നോട്ട് വന്ന മറ്റ് ലീഡേഴ്സിനൊന്നും അതിൽ താല്പര്യമില്ലായിരുന്നു. എങ്കിലും വസ്ത്രധാരണത്തിൽ വളരെ മിതത്വം പുലർത്തുകയും വെള്ള വസ്ത്രങ്ങൾ ധരിക്കുകയും ചെയ്യുക എന്നുള്ളത് പെന്തക്കോസ്തിലെ ശുശ്രൂഷകന്മാരുടെ പൊതുരീതിയാണ്. അതിപ്പോഴും തുടരുന്നു. എന്നാൽ ന്യൂ ജനറേഷൻ സഭകളിലെ ശുശ്രൂഷകന്മാർ, അവർക്ക് ഇങ്ങനെ വസ്ത്രധാരണ കാര്യത്തിൽ പ്രത്യേകമായ ഡ്രസ് കോഡൊന്നും ഇല്ല എന്നുള്ളതും വെള്ളയ്ക്ക് അവർ വലിയ പ്രാധാന്യം നൽകുന്നില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ഇനി കുമ്പനാട് കൺവെൻഷനിൽ ഒരു മുറിക്കൈ ഷർട്ടുമിട്ട്, ഒരു കളർ ഷർട്ടുമിട്ട് പ്രസംഗിച്ച് വിപ്ലവം കാണിച്ച ഒരു വ്യക്തിയുണ്ട്, പാസ്റ്റർ PM ബിലും. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിലെ ആദരണീയനായ ഒരു ദൈവദാസനായിരുന്നു അദ്ദേഹം മുറിക്കൈ ഷർട്ടുമിട്ട്, കളർ ഷർട്ടുമിട്ട് കുമ്പനാട്ടെ വേദിയിൽ പ്രസംഗിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ പാസ്റ്റർമാർക്ക് അതൊരു അത്ഭുതമായി തോന്നിയേക്കാം. ഇന്ന് കൺവെൻഷൻ വേദികളിലും പ്രസംഗ വേദികളിലുമൊക്കെ സാധാരണ സിമ്പിൾ വേഷങ്ങൾ ധരിച്ചാണ് ആളുകൾ എത്തുന്നത്. പിന്നെ അതിനൊരു അപവാദമായി നമുക്ക് പറയുവാൻ സാധിക്കുന്നത്, ശുശ്രൂഷകന്മാർ വിവാഹം നടത്തുന്ന വേദികളിൽ നമ്മൾ ചെന്നാൽ സത്യത്തിൽ അതൊരു കോമാളിക്കളിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വിവാഹം നടത്തുന്ന ശുശ്രൂഷകൻ ഒരു ജാക്കറ്റ് ഇടുന്നത് ഇപ്പോൾ ഒരു പൊതുരീതിയായി മാറിയിട്ടുണ്ട്. സത്യത്തിൽ അവിടെ രണ്ടു കൂട്ടരാണ് ജാക്കറ്റ് ഇടുന്നത്. ഭക്ഷണം വിളമ്പുന്ന കേറ്ററിംഗ് സർവീസുകാരും പിന്നെ വിവാഹ ശുശ്രൂഷ നടത്തുന്ന ആ ശുശ്രൂഷകനുമാണ് ജാക്കറ്റ് ഇടുന്നതായി കണ്ടിട്ടുള്ളത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കേരളത്തിന്റെ കാലാവസ്ഥയിൽ ഇണങ്ങുന്ന വസ്ത്രം ധരിച്ച്, ഏറ്റവും മാന്യമായ വസ്ത്രം ധരിച്ച് ഈ ശുശ്രൂഷ ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ സ്ത്രീകളുടെ വസ്ത്രധാരണത്തെക്കുറിച്ച്, സ്ത്രീകളുടെ വസ്ത്രധാരണ കാര്യത്തിൽ എക്കാലവും അതിനെ വിമർശിക്കുന്ന, നിരന്തരമായി സ്ത്രീകളുടെ വസ്ത്രധാരണത്തെ ആക്ഷേപിക്കുന്ന നിരവധി പ്രസംഗകരുണ്ട്. കൺവെൻഷൻ വേദികളിൽ സുവിശേഷം പ്രസംഗിക്കേണ്ട പല വേദികളിലും സ്ത്രീകളുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് വിശദമായി പ്രസംഗിക്കുന്ന പലരും ഇപ്പോഴുമുണ്ട്. അവർക്ക് കയ്യടി കിട്ടുന്നുമുണ്ടെന്നുള്ളത് വളരെ വൈരുദ്ധ്യമായിട്ട് എനിക്ക് തോന്നുന്നു. ഏതായാലും സ്ത്രീകളുടെ വസ്ത്രധാരണ കാര്യത്തിൽ രസകരമായ ഒരു കാര്യം, 80കളിലാണ് കേരളത്തിൽ ഈ സാൽവാർ കമ്മീസ് ഒക്കെ വ്യാപകമാകുന്നത്. അതുവരെ നമുക്ക് പരിചിതമല്ലാത്ത ഒരു വസ്ത്രധാരണമായിരുന്നു അത്. വന്നപ്പോൾ
എത്രയോ പേര്, എത്രയോ ശുശ്രൂഷകന്മാർ ഈ സാൽവാർ കമ്മീസിനെതിരെ പ്രസംഗിച്ചു. പിന്നീട് അത് ചുരിദാറായി, പല തരത്തിലായി. പിന്നീട് ജീൻസിനെതിരെ പ്രസംഗിച്ചവരെ ഞാൻ കണ്ടിട്ടുണ്ട്, ടീഷർട്ടിനെതിരെ പ്രസംഗിച്ചവരെ കണ്ടിട്ടുണ്ട്, ലെഗിൻസിനെതിരെ പ്രസംഗിച്ചവരെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ സമൂഹം ഏറ്റെടുക്കുന്ന വസ്ത്രധാരണ രീതികൾ ഓരോ കാലഘട്ടത്തിന് ഇണങ്ങുന്നതും ഫാഷൻ അനുസരിച്ചും ഒക്കെ മാറുന്നത്, എത്ര എതിർപ്പുകൾ ഉണ്ടായാലും അതൊക്കെ കാലഘട്ടത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ച് സഭാ സമൂഹത്തിനകത്തും വരുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ തന്നെ ഒരു കാര്യം പറയാതെ വയ്യ, വിവാഹ ശുശ്രൂഷകളിൽ നമ്മുടെ വധൂവരന്മാരുടെ വസ്ത്രധാരണം അല്പം കൂടെ മാന്യമാകുന്നത് ഏറ്റവും നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ആ കാര്യത്തിൽ പല ശുശ്രൂഷകന്മാരും പല പ്രസംഗകരും ഒക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് കുറച്ചും കൂടെ ഭംഗിയായിട്ട് കേരളീയമായ വസ്ത്രധാരണ രീതിയൊക്കെ ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. വസ്ത്രധാരണത്തെക്കുറിച്ചുള്ള എൻ്റെ ചിന്തകൾ വേദപുസ്തകത്തിലെ ചില വസ്ത്രങ്ങളിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചു. നമുക്കറിയാം, ഏദൻ തോട്ടത്തിൽ പാപം ചെയ്ത് നഗ്നത വെളിപ്പെട്ടപ്പോൾ, ആ തേജസ്സുള്ള വസ്ത്രം നഷ്ടപ്പെട്ടപ്പോൾ, ആദമും ഹവ്വയും തങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയത് മനുഷ്യവർഗത്തിന്റെ ആദ്യത്തെ വസ്ത്ര കാര്യത്തിലുള്ള പരീക്ഷണമായിരുന്നു. ഇലകൾ കൂട്ടിത്തുന്നി അവർ വസ്ത്രമുണ്ടാക്കി. പിന്നീട് ദൈവം ഇറങ്ങി വന്ന് അവർക്ക് തോൽ കൊണ്ടുള്ള വസ്ത്രം ഉണ്ടാക്കി കൊടുത്തു. തോല് കൊണ്ടുള്ള വസ്ത്രങ്ങൾ ഇന്നും വളരെ കോസ്റ്റ്ലിയാണ്, ആകർഷകമാണ് എന്നെല്ലാം നമുക്ക് നന്നായിട്ട് അറിയാം. എനിവേ, അങ്ങനെ വസ്ത്രധാരണത്തിന്റെ കാര്യത്തിൽ പലതും നമുക്ക് ബൈബിളിൽ കാണുവാൻ സാധിക്കും. ആ കൂട്ടത്തിൽ ചിലത് നിങ്ങളെ ഒന്ന് ഓർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ജോസഫിന് അവന്റെ അപ്പൻ സവിശേഷമായ ഒരു വസ്ത്രം കൊടുത്തു. സഹോദരന്മാർക്ക് അസൂയ ഉണ്ടാക്കത്തക്ക നിലയിലുള്ള ഒരു വസ്ത്രമായിരുന്നു ജോസഫിന് ലഭിച്ചത്. പിന്നീട് നമ്മൾ കാണുന്ന സവിശേഷമായ വസ്ത്രങ്ങൾ ലേവ്യ പുരോഹിതന്മാർക്കാണ്. അഹരോന്യ കുലത്തിൽപ്പെട്ട ലേവ്യ പുരോഹിതന്മാർക്ക് വേണ്ടി ദൈവം പ്രത്യേകം ഡിസൈൻ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ കൊടുത്തിരിക്കുന്ന വസ്ത്രധാരണ രീതികൾ ഉണ്ടായിരുന്നു. ആ വസ്ത്രം സവിശേഷമായ വസ്ത്രങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ട നിരവധിയായ വേദഭാഗങ്ങൾ ബൈബിളിലുണ്ട്. എന്നാൽ യേശുക്രിസ്തുവിന്റെ വരവോടെ, യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തോടുകൂടെ ആ വസ്ത്രധാരണ രീതിയും പൗരോഹിത്യവും അവസാനിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എങ്കിലും ഇന്നും പല പാരമ്പര്യ ക്രൈസ്തവ സഭകളും തങ്ങളുടെ പൗരോഹിത്യത്തിന്റെ ഭാഗമായി പഴയ നിയമത്തിന്റെ ബാക്കിപത്രമായ ഈ പുരോഹിത വസ്ത്രങ്ങൾ, ആടയാഭരണങ്ങളെല്ലാം അതേപടി നിലനിർത്തിയിരിക്കുന്നു. അത് അലങ്കാരമായി കൊണ്ടു നടക്കുന്നു. വേദപുസ്തക ആശയങ്ങളിലേക്ക് ഇനി എന്നാണ് ക്രൈസ്തവ സഭകൾ, ഈ പാരമ്പര്യ സഭകൾ എത്തുക എന്നുള്ളത് നമുക്ക് സംശയമാണ്. യേശുക്രിസ്തുവിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ, യേശുക്രിസ്തുവിനെ ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ കിടത്തിയിരിക്കുന്നതിനെ കുറിച്ചാണ് ആദ്യമായിട്ട് യേശുക്രിസ്തുവിന്റെ വസ്ത്രവുമായി ബന്ധപ്പെട്ട് നമ്മൾ വായിക്കുന്നത്. മഹാനായ മഹാകവി കെ വി സൈമൻ ഇപ്രകാരം പാടിയിട്ടുണ്ട്: ആട്ടിടയർ കൂട്ടമായി വന്ന നേരം കീറ്റുശീലയിൽ കിടന്ന യേശുദേവ, പട്ടിനുള്ള മൂലവസ്തു സൃഷ്ടി ചെയ്ത ദൈവമേ, ഈ ക്ലിഷ്ടമാന്ന കിടപ്പ് കണ്ടു ഞാൻ നമിക്കുന്നേൻ. യേശുക്രിസ്തുവിന്റെ വസ്ത്രത്തിന് എന്തെങ്കിലും സവിശേഷത ഉണ്ടായിരുന്നു? ആ കാലഘട്ടത്തിൽ സാധാരണക്കാർ ധരിച്ചിരുന്ന വസ്ത്രം തന്നെ ആയിരിക്കാം യേശുവും ധരിച്ചിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. എന്നാൽ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണ സമയത്ത് യേശുവിന്റെ വസ്ത്രത്തിന് വേണ്ടി പടയാളികൾ ചീട്ടിട്ടു എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അതിനെന്തെങ്കിലും സവിശേഷത ഉള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അവർ അത് കീറിക്കളയാതെ ചീട്ടിട്ട് ആരെങ്കിലും ഒരാൾ സ്വന്തമാക്കിയത് എന്നും കരുതുന്നതിൽ തെറ്റില്ല. യേശു പറഞ്ഞ ഉപമകളിലുള്ള ഒരു വസ്ത്ര സവിശേഷത നമ്മൾ കാണുന്നത്, ഒരു രാജാവിന്റെ മകന്റെ വിവാഹവേദിയിലേക്ക് ക്ഷണിക്കപ്പെട്ടവർ എത്താതിരുന്നപ്പോൾ വഴിയരികിൽ നിന്ന കുറെ ആളുകളെ ക്ഷണിച്ചു കൊണ്ടുവന്ന് വിരുന്നു കൊടുക്കുന്ന ഒരു കഥ യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. ആ കഥയുടെ അവസാനത്തിൽ നമ്മൾ കാണുന്നത് ഇപ്രകാരമാണ്: ആ വിരുന്നുശാലയിൽ വിരുന്നു വസ്ത്രം ധരിക്കാതെ ഒരു മനുഷ്യൻ കയറിക്കൂടുന്നു. അയാൾ എങ്ങനെ അതിനകത്ത് കയറിക്കൂടിയെന്ന് നമുക്കറിയത്തില്ല. ഏതായാലും ഒടുവിൽ പറയുന്നത് അവനെ കൈയും കാലും കെട്ടി പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളയണമെന്നാണ്. ഇത് വായിക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത്, ഇപ്പോൾ ഈ സമീപകാലത്ത് ട്രംപ് അനധികൃത കുടിയേറ്റക്കാരെ കയ്യിലും കാലിലും ചങ്ങലയിട്ട് രാജ്യത്ത് നിന്ന് പുറത്താക്കുന്ന ആ കാഴ്ചയാണ് എൻ്റെ ഓർമ്മയിലേക്ക് കടന്നു വരുന്നത്. ഇനി പുതിയ നിയമത്തിൽ ലേഖനങ്ങളിലേക്ക് വരുമ്പോൾ ക്രിസ്തുവിനെയും സഭയെയും മണവാളനും മണവാട്ടിയുമായി ചിത്രീകരിക്കുന്നുണ്ട്. പൗലോസ് 2 കൊരിന്ത്യരിൽ അത് വളരെ വിശദമായി പറയുന്നുണ്ട്. അപ്പോൾ വധു തന്നെത്താൻ ഒരുക്കി വിശുദ്ധിയോടെ വരന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു യഹൂദ വിവാഹത്തിന്റെ പശ്ചാത്തലം ഓർപ്പിച്ചുകൊണ്ടാണ് നമുക്ക് അത് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. റോമാലേഖനം 12-ാം വാക്യത്തിൽ പൗലോസ് തന്നെ പറയുന്നുണ്ട്, ഒരു വിശ്വാസി
ക്രിസ്തുവിനെ ധരിക്കണമെന്ന് പറയുന്നുണ്ട്. എഫേസ്യ ലേഖനത്തിൽ നമ്മൾ ഇപ്രകാരമാണ് വായിക്കുന്നത്: മുൻപിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. പഴയ മനുഷ്യനെ അതിന്റെ സകല പ്രവർത്തികളോടും കൂടെ ഉരിഞ്ഞു കളഞ്ഞ് പുതിയ മനുഷ്യനെ ധരിക്കണമെന്ന് കൊലോസ്യർ 3:10 പൗലോസ് വീണ്ടും ഓർപ്പിക്കുന്നു. വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട, വസ്ത്രങ്ങളുമായി ബന്ധപ്പെട്ട ഏറ്റവും അധികം പരാമർശങ്ങളുള്ളത് വെളിപ്പാട് പുസ്തകത്തിലാണ്. സർദീസിലെ സഭയ്ക്കുള്ള ദൂതിൽ ഇപ്രകാരമാണ് പറയുന്നത്: അവർ ജീവനുണ്ടെന്ന് പേരുള്ളവരാണെങ്കിലും മരിച്ചവരായിരിക്കുന്ന ആ സഭയിൽ കുറച്ച് ആളുകൾ വസ്ത്രം മലിനമാകാത്തവരായി അവിടെ ഉണ്ടെന്ന് യോഹന്നാന് കിട്ടിയ വെളിപ്പാടിൽ, ആ ദൂതിൽ വെളിപ്പെടുത്തുന്നു. അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചും കൊണ്ട് എന്നോടുകൂടെ നടക്കും, ജയിക്കുന്നവന് വെള്ളവസ്ത്രം നൽകുമെന്നാണ് സർദീസിലെ സഭയ്ക്കുള്ള ദൂതിൽ നമ്മൾ കാണുന്നത്. ഇനി ലവോദിക്ക സഭയെ കുറിച്ച് പറഞ്ഞാൽ, ഉഷ്ണവാനും ശീതവാനുമല്ലാത്ത ലവോദിക്ക സഭയോട് പറയുന്നത് നഗ്നത മറയ്ക്കാൻ വെള്ള വസ്ത്രം വില കൊടുത്തു വാങ്ങണമെന്നാണ്. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിലും 13-ാം അധ്യായത്തിലും നമ്മൾ കാണുന്ന ഒരു മഹാപുരുഷാരമുണ്ട്. സകല ജാതിയിൽ നിന്നും, ഗോത്രത്തിൽ നിന്നും, വംശങ്ങളിൽ നിന്നും, ഭാഷകളിൽ നിന്നും ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരത്തെ നമ്മൾ കാണുന്നു. അവരുടെ വസ്ത്രം വെള്ള നിലയങ്കിയാണ്, അവരുടെ കയ്യിൽ കുരുത്തോലയുമുണ്ട്. എന്നാൽ ഇവരുടെ ഈ വസ്ത്രം ഇവർ അലക്കി വെളുപ്പിച്ചിരിക്കുന്നത് കുഞ്ഞാടിന്റെ ചോരയിലാണെന്ന് കൃത്യമായി അവിടെ പറയുന്നു. തുറന്ന സ്വർഗത്തിൽ നിന്ന് വെള്ള കുതിരപ്പുറത്ത് പ്രത്യക്ഷപ്പെടുന്ന യേശുക്രിസ്തുവിനെ വിവരിക്കുന്ന ഭാഗത്ത് യേശുവിന്റെ വസ്ത്രത്തെക്കുറിച്ച് ഇപ്രകാരമാണ് പറയുന്നത്: ആ വസ്ത്രവും വെള്ള വസ്ത്രമാണ്, എന്നാൽ അതിൽ രക്തം തളിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ സ്വർഗത്തിൽ നിന്ന് വെള്ളക്കുതിരപ്പുറത്ത് പ്രത്യക്ഷപ്പെട്ട യേശുക്രിസ്തുവിനോടുകൂടെ, അല്ലെങ്കിൽ വചനം എന്ന പേരുള്ളവനോടുകൂടെ ഒരു മഹാസൈന്യമുണ്ട്. ആ മഹാസൈന്യം ധരിച്ചിരിക്കുന്ന ശുദ്ധവും ശുഭ്രവുമായ വെള്ളവസ്ത്രമാണ്. അവരെല്ലാവരും വെള്ളക്കുതിരപ്പുറത്താണ് സഞ്ചരിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ വീണ്ടും 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സഭയെയും ക്രിസ്തുവിനെയും കുറിച്ചുള്ള പരാമർശങ്ങൾ കാണുന്നു. അവിടെ കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു, അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിക്കാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം നീതിമാന്മാരുടെ നീതി പ്രവർത്തികളാണെന്നും കാണുന്നു. ഞാനൊരു കല്യാണ ശുശ്രൂഷയിൽ ഒരു ദൈവദാസൻ പ്രസംഗിക്കുന്ന, ആരാണെന്ന് ഞാനിപ്പോൾ ഓർക്കുന്നില്ല, എൻ്റെ ദീർഘവർഷങ്ങൾക്ക് മുൻപാണ് ഒരു ദൈവദാസൻ പ്രസംഗിച്ച ഒരു പ്രസംഗം ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുള്ളത് കൂടെ പറഞ്ഞ് ഞാൻ ഈ വാക്കുകൾ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. യഹൂദന്മാരുടെ വിവാഹത്തിൽ വിവാഹ നിശ്ചയം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ അതിനു മുമ്പ് വരനും വധുവും തമ്മിൽ കണ്ടുമുട്ടുന്ന പാശ്ചാത്യ രീതിയിലാണെങ്കിൽ വിൽ യു മാരി മീ എന്ന് ഒരു വരൻ വധുവിനോട് ചോദിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ ചോദിക്കുമ്പോൾ വധു അല്ലെങ്കിൽ ആ യുവതി ബഹുമാനിക്കപ്പെടുകയാണ്. അങ്ങനെ ബഹുമാനിക്കപ്പെടുന്ന ആ യുവതി അതിന് തീരുമാനം അറിയിച്ചു കഴിഞ്ഞാൽ പിന്നീട് സംഭവിക്കുന്നത് കുടുംബാംഗങ്ങൾ ചേർന്നൊരു വിവാഹ നിശ്ചയം നടത്തുന്നു. ആ ദൈവദാസൻ ഇങ്ങനെയാണ് പറഞ്ഞത്: വിൽ യു മാരി മീ എന്ന് ഒരു യുവാവ് ചോദിക്കുന്നത് പോലെ ക്രിസ്തു നമ്മളോട് ചോദിക്കുകയാണ്, നീ എന്നെ അംഗീകരിക്കുന്നോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിക്കുന്നതാണ് ഒരു വധുവിന്റെ സമ്മതമായിട്ട് അദ്ദേഹം വെളിപ്പെടുത്തിയത്. പിന്നീട് അദ്ദേഹം ഇപ്രകാരം പറയുന്നു: അങ്ങനെ യുവതി സമ്മതം അറിയിച്ചു കഴിഞ്ഞാൽ പിന്നീട് നടക്കേണ്ട ചടങ്ങ് വിവാഹ നിശ്ചയമാണ്. അത് ബന്ധുക്കൾ എല്ലാവരും കൂടെ ചേർന്ന് പരസ്യമായി നടക്കുന്ന ഒരു ചടങ്ങാണ്. ആ ചടങ്ങ് നിദാനമായിരിക്കുന്നത് സ്നാന ശുശ്രൂഷയ്ക്കാണ്. അങ്ങനെ സ്നാനത്തിൽ ഒരു വ്യക്തി യേശുക്രിസ്തുവിന്റെ മണവാട്ടിയാകുവാൻ തന്നെ എന്ത് ചെയ്തിരിക്കുന്നു? പരസ്യമായി സാക്ഷിക്കുന്നു, അല്ലെങ്കിൽ പരസ്യമായി പ്രഖ്യാപിക്കുന്നു. അങ്ങനെ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് സ്നാനമേറ്റ ഒരു ക്രിസ്ത്യാനിയായി മാറിയ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പിന്നീടുള്ള ആ വ്യക്തിയുടെ ജീവിത കാലഘട്ടം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ വരവിനു വേണ്ടി ഉള്ള കാത്തിരിപ്പിന്റെ കാലഘട്ടമാണ്. അതായത് ഒരു വധു തൻ്റെ സമ്മതപത്രം അറിയിച്ചു കഴിഞ്ഞ് ആ വിവാഹ നിശ്ചയവും കഴിഞ്ഞ് തൻ്റെ മണവാളന്റെ വരവിനു വേണ്ടി കാത്തിരിക്കുന്നത് പോലെ ഒരു സഭ എന്ത് ചെയ്യുന്നു? ക്രിസ്തുവിന്റെ വരവിനു വേണ്ടി കാത്തിരിക്കുന്നു. ഈ നിലയിലാണ് അദ്ദേഹം പ്രസംഗിച്ചത്. ഏതായാലും ആ പ്രസംഗത്തിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറഞ്ഞത്, വധുവിന് ആ സമ്മതപത്രം നൽകുക എന്നുള്ളത് ഒറ്റ തീരുമാനം മതി. അവിടെ വെച്ച് ആ കാര്യങ്ങൾ
പിന്നീട് വിവാഹ നിശ്ചയത്തിലേക്ക് നയിക്കപ്പെടുന്നു. പിന്നീടുള്ള ഒരു ജീവിത കാലഘട്ടം അവൾ തന്നെ ഒരുക്കേണ്ട ഒരു കാലഘട്ടമാണ്. അവൾ വിശേഷ വസ്ത്രങ്ങൾ തയ്യാറാക്കേണ്ട കാലഘട്ടമാണ്. അവളുടെ നീതി പ്രവർത്തികളുടെ നൂലിഴകൾ കൊണ്ട് അവൾ തൻ്റെ വിവാഹ വസ്ത്രം ഒരുക്കണമെന്നാണ് ആ ദൈവദാസൻ പറഞ്ഞത്. എന്തായിരുന്നാലും ഒരു വ്യക്തി യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് സ്നാനമേറ്റ് സഭയുടെ ഭാഗമായി കഴിഞ്ഞ് യേശു ക്രിസ്തുവിന്റെ വരവിനു വേണ്ടി കാത്തിരിക്കുക എന്നുള്ള ഏറ്റവും പരിപാവനമായ ഒരു കാര്യമാണ് ഇവിടെ വെളിപ്പാട് പുസ്തകത്തിലും ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, അങ്ങനെ ഒരു വസ്ത്രം നെയ്തൊരുക്കുന്നതിൻ്റെ ആ പദ്ധതിയിൽ നിങ്ങൾ എവിടെ എത്തിയിരിക്കുന്നു? യേശുവിൻ്റെ അല്ലെങ്കിൽ മണവാളന്റെ വരവിനു വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുന്ന ഒരു മണവാട്ടിയുടെ ആ വലിയ താല്പര്യത്തോടു കൂടിയാണോ നമ്മുടെ ക്രിസ്തീയ ജീവിതം നമ്മൾ നയിക്കുന്നത് എന്ന് ഓരോരുത്തരും ചിന്തിക്കുക. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന ചിലർക്കെങ്കിലും യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ പോലും ഇതുവരെ സാധിച്ചിട്ടില്ലെങ്കിൽ ഞാൻ പറയട്ടെ, നമ്മൾ അവന്റെ മണവാട്ടി സഭയിലേക്ക് അംഗങ്ങളായി പ്രവേശിക്കുകയാണ്. അതിനുള്ള അവസരമാണ് നിങ്ങളുടെ മുൻപിലുള്ളത്. അങ്ങനെ പ്രവേശിച്ചവർക്ക് സ്നാനമെന്ന ആ വിവാഹ നിശ്ചയം പോലെയുള്ള ചടങ്ങിലൂടെ അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് പ്രവേശിക്കുകയും തുടർന്നുള്ള ജീവിതകാലം മണവാളന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വിവാഹ നിശ്ചയം കഴിക്കപ്പെട്ട സ്ത്രീയെ പോലെ, യുവതിയെ പോലെ കാത്തിരിക്കുവാനുള്ള അവസരമാണ്. നിങ്ങൾക്കും ആ മഹത്വപൂർണമായ അവസ്ഥയിലേക്ക് പ്രവേശിക്കുവാൻ ഇപ്പോഴും സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വസ്ത്രങ്ങൾ സംബന്ധിച്ചുള്ള എൻ്റെ ഈ ചിന്തകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു.